Hello everyone, welcome to the reading. Thank you everyone for tuning in. So, ഇന്ന് നോക്കാൻ പോകുന്നത് പ്രേക്ഷകരുടെ മനസ്സിലുള്ള വ്യക്തിയുടെ യാഥാർത്ഥ്യം എന്താണ്, സത്യത്തുള്ള വ്യക്തിത്വം എന്താണ്. ഓക്കെ, പ്രേക്ഷകർക്ക് ഇൻറ്റൻഷൻ വെക്കാം വെദർ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആരെക്കുറിച്ചാണോ, അത് റിലേഷൻ ആകാം, ഫ്രണ്ട്സ് ആകാം, നിങ്ങളുടെ സ്പൗസ് ആകാം, റെഡ് ഫ്ലാഗ്സ് അവരിലുണ്ടോ ഓർ അവർ പ്യോർലി നിങ്ങൾക്കൊപ്പമുണ്ടോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇൻറ്റൻഷൻ വെച്ച് കാണാത്തതാണ്. ഓക്കെ, നൗ ലെറ്റ് സി ആസ് വെൽ. ഈ ഒരു വീഡിയോ എക്സാക്ട്ലി 2% ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഈസ് ദി ഇൻറ്റൻഷൻ. ഓൾറൈറ്റ്, സോ ഈ വീഡിയോ നിങ്ങളുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ് സി എന്താണ് പ്രേക്ഷകരുടെ മനസ്സിലുള്ള വ്യക്തിയുടെ യഥാർത്ഥ സത്യം. ആസ് വെൽ പേഴ്സണൽ റീഡിംഗ് ആൻഡ് ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള നമ്പറും ആൻഡ് സെയിൽസ് ടീമിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, പ്രേക്ഷകർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ബ്രേസ്ലെറ്റ്സ് വീഡിയോ, ഓക്കെ, അതിൻ്റെ ലിങ്ക്, പഴയ വീഡിയോൻ്റെ ലിങ്കും പുതിയ വീഡിയോൻ്റെ ലിങ്കും രണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ, ഫുൾ വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, ആൻഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറൈറ്റ്, പ്രേക്ഷകരുടെ മനസ്സിലുള്ള വ്യക്തിയുടെ യഥാർത്ഥ സത്യം എന്താണ്? ഓക്കെ, 6 of Cups, King of Wands, the Wheel of Fortune, 7 of Wands, Ace of Cups. Okay, so you know the 2% members. Okay, ഏതൊക്കെ മെമ്പേഴ്സിൻ്റെ കയ്യിലാണ് എൻ്റെ ഈ വീഡിയോ എത്തിയിരിക്കുന്നത്? ഗൈസ്, നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഓക്കെ, 6 of Cups ആണ് വന്നത്. സോ ഡിലൈറ്റഡ് ആണ് നിങ്ങളുടെ കൂടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ലൈറ്റാണ്, വെളിച്ചമാണ്. ഓക്കെ, ദേ ഹൈലി തിങ്ക് ഓഫ് യു. ഓക്കെ, നിങ്ങളെപ്പറ്റി അവർ ആലോചിക്കുമ്പോൾ വളരെ ഉന്നത പൊസിഷനിലാണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, കിങ് ഓഫ് വോൺസ് ആണ്, പക്ഷെ അവർ വളരെ പെർട്ടിക്കുലറാണ്. ഓക്കെ, പെർട്ടിക്കുലർ ഇൻ ദ സെൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുന്ന ഒരു ടൈപ്പ് ആവില്ല. ഓക്കെ, പല കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആളായിരിക്കാം. ഓക്കെ, ആൻഡ് പ്രത്യേകിച്ചും ടെൻഷൻ ആൻഡ് സ്ട്രെസ് ഉള്ള കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാറില്ല. ഓക്കെ, വോണ്ട്സ് ടു ഡീൽ വിത്ത് ബൈ ഓൺ. ഓക്കെ, സ്വന്തമായിട്ട് ഡീൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു വലിയ റെഡ് ഫ്ലാഗ് അല്ല ഇത്. എന്നാൽ പോലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എപ്പോഴും ലീഡറായി ഇരിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, സ്വന്തം അഭിപ്രായത്തിൽ മുന്നോട്ട് പോകണം എന്ന ആഗ്രഹമുള്ളതാണ്. എന്നാൽ ബാക്കി മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ആരൊക്കെയാണ് ജീവിതത്തിലുള്ളത് അവർ പറയുന്നത് കേൾക്കാൻ റെഡിയാണ്. ഓക്കെ, യെറ്റ് സ്വന്തം ഡിസിഷൻ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായത്തെയാണ് മുൻഗണന നൽകുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ്, അത് നിങ്ങളുടെ ഫ്രണ്ട് ആകാം, നിങ്ങളുടെ സ്പൗസ് ആകാം, നിങ്ങളുടെ റിലേഷൻ, ഓക്കെ, റിലേറ്റീവ് ആകാം, ഹൂ എവർ ഇസ് ദിസ്. ഓക്കെ, അത് ബോസ് ആകാം, കൊലീഗ് ആകാം, നിങ്ങളുടെ ഫേവറിലാണ് കാര്യങ്ങൾ എപ്പോഴും നടത്താറുള്ളത്. ഓക്കെ, ഓർ നിങ്ങളുടെ ഫേവറിലാണ് കാര്യങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ബാലൻസിലാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ലൈഫും അവരുടെ ലൈഫും അവർ ബാലൻസിലാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, 7 of Wands ആണ് ആൻഡ് Ace of Cups. ഏതൊരു കാര്യവും നിങ്ങളോട് പറയാൻ, നിങ്ങളുടെ അടുത്ത് ആ ഒരു കാര്യം കൊണ്ടുവരുന്നതിന് മുമ്പ് വളരെയധികം ആലോചിച്ച് ഡിസിഷൻ എടുക്കുന്ന ഒരു ടൈപ്പാണ്. ഈവൻ ദോ ഇസ് ജസ്റ്റ് ടു ബൈ എ ഫ്ലവർ. ഓക്കെ, സപ്പോസ് നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്കൊരു പൂ വാങ്ങിച്ച് തരണമെങ്കിൽ പോലും 100 വട്ടം ആലോചിക്കും. ഏത് പൂവാകണം, ഏത് സൈസ് ആകണം, ഏത് കളർ ആകണം. സോ ലോട്ട് ഓഫ് തിങ്കിങ് ഇവിടെ നടത്തുന്ന ഒരാളാണ്. ഒത്തിരി ഡീപ്പ് തോട്ട്സ് ഉള്ള ഒരാളാണ്. ഓക്കെ, വെളിയിൽ നിന്ന് കാണുമ്പോൾ ചില ആൾക്കാർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം തോന്നാറില്ലായിരിക്കാം ചില ആൾക്കാർക്ക് മാത്രം. പക്ഷേ ഈ പേഴ്സൺ വളരെ ഡീപ്പ് തിങ്കിങ്, വാട്ടർ സൈൻ ആയിരിക്കാം. ഓക്കെ,
സോ വാട്ടർ സൈൻ ഉള്ള പ്രേക്ഷകരായിരിക്കാം നിങ്ങൾ ആലോചിക്കുന്ന ഈ പേഴ്സൺ. ഓക്കെ, വളരെ ഡീപ്പ് തിങ്കിങ് ഉള്ള ഒരാളാണ്. ഓക്കെ, സോ ക്യാൻസർ, സ്കോർപ്പിയോ ആൻഡ് പൈസീസ്. ഓൾറൈറ്റ്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ വളരെ സീരിയസ് ആണ്. ഓക്കെ, വളരെ സീരിയസ്, വളരെ ലീഡർഷിപ്പ് റോൾ, ഗോ ഗെറ്റ് എന്നുള്ള, ദാറ്റ് ഈസ് എന്ത് ആഗ്രഹിച്ചാലും അത് കൊണ്ടുവരിക ജീവിതത്തിൽ, ആ ഒരു ടൈപ്പ് പേഴ്സൺ ആകാം. ഓക്കെ, കാണിക്കുന്നതല്ല. ഓക്കെ, ഷോ ഓഫ് അല്ല, ഇത് ആളുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇതുവരെ ദർ ഇസ് നോ റെഡ് ഫ്ലാഗ്, ഓൺലി എ ലിറ്റിൽ ബിറ്റ് ദറ്റ് ഞാൻ എപ്പോഴും ലീഡർ ആയിരിക്കണം എന്നുള്ള ഒരു തോട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, what else? True identity, 7 of Pentacles. Okay, the Empress, Judgment and Knight of Cups. ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ, ഓക്കെ, ഫൈനാൻസ് ആയിക്കോട്ടെ, അവരുടെ സേവിങ്സ് ആയിക്കോട്ടെ, എക്സ്പെൻസസ് ആയിക്കോട്ടെ, അതിലൊക്കെ ഏറെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് എന്ന് പറയാം, ബഡ്ജറ്റ് ഫോമിൽ നടക്കുന്ന ഒരാളാണ്. ഈവൻ തോ അവർ സ്പെൻഡ് ചെയ്യാൻ വളരെ ലാവിഷ്ലി സ്പെൻഡ് ചെയ്യും, പക്ഷേ അവരുടെ സേവിങ്സും അതുപോലെ ഉണ്ടാകും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഇഫ് 10,000 rupees ഉണ്ടെങ്കിൽ 5,000 അവർ സേവിങ്സിന് വെച്ചു, 5,000 അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് എടുക്കുന്നു. ഓക്കെ, ആ ഒരു ഫൈനാൻഷ്യലി അവർ ഓരോ കാര്യങ്ങൾ എങ്ങനെ അപ്വേർഡ് മൂവ്മെൻറ്റിൽ പോകാം, എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാം, എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, ഇതൊക്കെ ഏറെ കുറേ ആലോചിക്കുന്ന ഒരാളാണ്. ബ്യൂട്ടി വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അവരുടെ ജീവിതത്തിൽ. ഓക്കെ, അവർ നല്ല ഹാൻസം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ആൾക്കാർ അവരെ കാണണം എന്നുള്ള ഒരു രീതിയിലും, അതുപോലെ തന്നെ മറ്റാൾക്കാരിലും അവർ വളരെ ബ്യൂട്ടിയെയാണ് തേടുന്നത്. ഓക്കെ, എങ്ങനെ ഒരാൾ പ്രസൻറ്റ് ചെയ്യുന്നു, ഓക്കെ, എന്ത് ഡ്രസ്സാണ് ഇടുന്നത്, എങ്ങനെയാണ് വരുന്നത്, ഓക്കെ, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനത്തെ കോർഡിയൽ റിലേഷൻഷിപ്പ് ആണ് മറ്റ് ആൾക്കാരുമായിട്ടുള്ളത്. ഓക്കെ, കോർഡിയൽ റിലേഷൻഷിപ്പ് മീൻസ് എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ഇടപെടുന്നു, ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ, ഇരിക്കുന്നത് എങ്ങനെ. സോ എറ്റിക്കേറ്റ്സ്, ഓക്കെ, ബേസിക്കലി എറ്റിക്കേറ്റ്സിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഇയാൾ ആയത് ഡ്രസ്സസിലേറെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സസ് എപ്പോഴൊക്കെ അവരിടുന്നു അത് വളരെ ടിപ്പ് ടോപ്പ് ആയിരിക്കും. ഓക്കെ, ഈവൻ തോ അത് വളരെ നോർമൽ വീട്ടിലിടുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, പക്ഷെ അത് ടിപ്പ് ടോപ്പ് ആയിരിക്കും. ഓക്കെ, ജഡ്ജ്മെൻറ്റ്, ഫെയർനെസ്സിലേറെ മുൻഗണന കൊടുക്കുന്ന ഒരാളാണ്. ഫെയർനെസ് ഇൻ ദ സെൻസ് ബ്യൂട്ടി ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇവിടെ ഫെയർനെസ് ജീവിതത്തിലെ, ദാറ്റ് ഈസ് ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വെച്ചാൽ അത് ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ഒരു ബിസിനസ്സാണ്, നിങ്ങളൊരു പാർട്ട്ണറെ കുറിച്ചാണ് ആലോചിക്കുന്നെങ്കിൽ വളരെ ട്രൂത്ത്ഫുള്ളി ആ ഒരു ബിസിനസ് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ബിക്കോസ് എവിടെയോ അവർ വിശ്വസിക്കുന്നു ദാറ്റ് ഡിവൈൻ, ദൈവം എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഞങ്ങൾ സത്യത്തിൽ നിന്നാൽ ദൈവത്തിൻ്റെ തുണ നമുക്കുണ്ടാകും, ആ ഒരു ടൈപ്പ് എനർജിയാണ്. ഓക്കെ, വളരെ ചില പ്രേക്ഷകർക്ക് ഡിഫെൻസീവ് മോഡ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഡിഫെൻസീവ് മോഡ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ്, you can say first red flag and second thing. ഓക്കെ, സെക്കൻഡ് തിങ് ദാറ്റ് ഇസ് ഫസ്റ്റ് ലീഡർഷിപ്പ് ആയിരുന്നു, എപ്പോഴും ഞാൻ ലീഡറായിട്ട് നിൽക്കണം. ചില ആൾക്കാർക്ക് അത് ഓക്കെ ആണ്, ചില ആൾക്കാർ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഡിഫെൻസീവ് മെക്കാനിസം ഏറെയുള്ള ഒരാളാണ്. ഓക്കെ, സോ ചില പ്രേക്ഷകർക്ക് ഞാൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, ഇനി ഞാൻ ആ ഡിസിഷനിൽ നിന്ന് മാറ്റമില്ല. ഓക്കെ, മൈറ്റ് ബി സിറ്റുവേഷൻസ് വളരെ മോശമായി പോയാലും ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഡിസിഷനെ മാറ്റാൻ റെഡി അല്ലാത്ത മെമ്പേഴ്സും ആയിരിക്കാം നിങ്ങൾ ആലോചിക്കുന്ന ഈ മെമ്പേഴ്സ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇപ്പോൾ അയാൾ നിങ്ങളുടെ അല്ല. ഇറ്റ് അറ്റ്ലീസ്റ്റ് വൺ തിങ് വിൽ റെസൊനേറ്റ്. ഓക്കെ, സോ വളരെ ഡിഫെൻസീവാണ്. ഓക്കെ,
ബട്ട് ഫെയർനെസ് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ദാറ്റ് ഇസ് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുത്, ആർക്കും ചതി വഞ്ചന ഉണ്ടാകരുത്, എല്ലാം ഫെയർ ആയിട്ട് എടുക്കണം. ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ഫെയർ ആയിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, എല്ലാ കാര്യങ്ങളിലും ഫെയർനെസ് ആണ്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ പരിഗണന കൊടുക്കണം. ഓക്കെ, ഒരു കോമ്പറ്റീഷൻ എനിക്ക് തോന്നുന്നില്ല, ബട്ട് ഉണ്ട് താനും. ഓൾ റൈറ്റ്, ദാറ്റ് മീൻസ് ഫേസ് ടു ഫേസ് കോമ്പറ്റീഷൻ കാണിക്കില്ല, അഗ്രസീവ് കോമ്പറ്റീഷൻ ഇല്ല. ദാറ്റ് മീൻസ് എനിക്ക് മാത്രം വിജയിച്ചാൽ മതി, വേറെ ആരും വിജയിക്കാൻ പാടില്ല എന്നുള്ള രീതി ഇല്ല. എനിക്കും വിജയിക്കണം, അവർ വിജയിച്ചോട്ടെ, എനിക്കും വിജയിക്കണം. ആ ഒരു മെക്കാനിസമാണ് ഇവിടെ ഉള്ളത്. നൈറ്റ് ഓഫ് കപ്സ്. നാം ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കാനോ നിങ്ങളോട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം അവതരിപ്പിക്കാൻ ഉള്ള സമയം വരുമ്പോൾ ദേ മേ ടേക്ക് ഹോൾ ദെയർ ലൈഫ്. ഓക്കെ, സോ നൈറ്റ് ഓഫ് കപ്സ് അതാണ് കാണിക്കുന്നത്. അവരൊത്തിരി സമയമെടുക്കും നിങ്ങളൊരു കാര്യം പറയാൻ. ഓക്കെ, ബിക്കോസ് ആ കാര്യം വളരെ പ്യുവറാണ്. ഓക്കെ, അതിന് പൊട്ടൻഷ്യലുണ്ട്. ഓക്കെ, വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ആ വിജയത്തിന് അവർ ഓൾറെഡി ഒത്തിരി ടൈം എടുക്കും ആലോചിക്കാൻ. അത് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാൻ, ഓക്കെ ലെറ്റ്സ് ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അത് പറയാൻ അവർക്ക് ഒത്തിരി ടൈം എടുക്കുന്നതാണ്. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്, അവരൊത്തിരി സമയം, ഈ സമയം എന്ന് പറയുന്നത് മാസങ്ങളാകാം, വർഷങ്ങൾ ആകാം. ഓക്കെ, അതൊരു നെഗറ്റീവ് ഫോൾട്ടായിട്ട് വരാം. ഓക്കെ, ചിലർക്കത് ഓക്കെയാണ്, ചിലർക്കത് നെഗറ്റീവ് ഫോൾട്ടാണ്. ഓക്കെ, ഓൾ റൈറ്റ്. എന്താണ് ട്രൂ ഐഡൻറ്റിറ്റി ഓഫ് ദ പേഴ്സൺ ഇൻ ദ മൈൻഡ് ഓഫ് വ്യൂവേഴ്സ്? 8 of Wands, the Empress twice. Okay, one more card please. Ace of Cups twice. Okay, so again the same thing ആണ്. ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കണം, എന്നാൽ മോസ്റ്റ് പ്രോബബ്ലി ഇമോഷണൽ ഹാപ്പിനെസ് ഉള്ള ഡിസിഷൻസ്, ബിക്കോസ് ഇത് കപ്സ് ആണ്. ഇമോഷണൽ ഹാപ്പിനെസ്, ലവർ, സ്പൗസ്, അവിടെ ആയിരിക്കാം നിങ്ങളുടെ ഡിസിഷൻസ് ഡിലേ ആവുന്നത്. അതർവൈസ് ദിസ് പേഴ്സൺ ലവ്സ് ടു ട്രാവൽ അ ലോട്ട്. ഓക്കെ, ടേക്ക് ദ ഡിസിഷൻ അ ലോട്ട്. ഓക്കെ, ഡിസിഷൻസ് എടുക്കാൻ മടിക്കില്ല, ട്രാവലിംഗ് ചെയ്യാൻ മടിക്കില്ല, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ മടിക്കില്ല, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കില്ല. ഓക്കെ, ഒരു സെക്കൻഡ് തോട്ട് വരാൻ സമ്മതിക്കില്ല. ഓക്കെ, എംപ്രസ് എനർജിയാണ്, എപ്പോഴും പോസിറ്റീവ് എനർജി തന്നെയാണ്. ഓക്കെ, ഇത് സംഭവിക്കും, ഇങ്ങനെ ഇത് നല്ലതായിരിക്കും. ഓക്കെ, ആ ഒരു എനർജിയാണ്. ആൻഡ് ഏസ് ഓഫ് കപ്സ്, ലവിങ്, കെയറിങ്, ജനറസ്, കൈൻഡ്. ഓക്കെ, ദൈവത്തിൽ ഏറെ വിശ്വാസമുള്ള ഒരാൾ, മറ്റാൾക്കാരെ സഹായിക്കാൻ റെഡി ആയിരിക്കുന്ന ഒരാൾ. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഐ റിയലി ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ട്. കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി എന്നെ എഴുതി അറിയിക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.